നമസ്കാരം. നിഹാസ് ബെല്ലു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം. എന്താ ചെയ്യുക, ഓരോരോ ദിവസങ്ങളിലും ഓരോരോ ചിരിപ്പിക്കാനുള്ള വിഭവങ്ങളുമായിട്ടാണ് ഫഹദ് എത്തിയിട്ടുള്ളത്. ഫഹദിൻ്റെ ചില ഞുറുങ്ങ് വിദ്യകൾ നമുക്കൊന്ന് കണ്ടാലോ? അപ്പോൾ അതാണ് ഇന്നത്തെ ട്രോള്. ഇന്ന് പുതിയൊരു ഐറ്റം കൂടെ വന്നിട്ടുണ്ട്, മരം കൊത്തി. അപ്പം വാ. അത് ശരി, ആട്ട്. അല്ലടാ, 2 ദിവസമായിട്ട് കേരളത്തിൽ ഭയങ്കര പ്രശ്നം നടക്കാണല്ലോ. മറ്റെന്താ പറയാ, ആമിന കുഞ്ഞോനൊക്കെ പോയിട്ട് വെല്ലുവിളിക്കണൊക്കെ ഉണ്ടായിരുന്നു. ഓനക്ക് വെക്കുന്ന മയക്കുപൊടി എനിക്കിട്ട് വെച്ചോണ്ടല്ലോ, ഞാൻ മയങ്ങി വീഴൊന്നുമില്ല. എവിടേക്കാ പോയിട്ട് ആമിന കുഞ്ഞോന് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് അറിയാം. എന്താ ഓൻ പറയാന്നുള്ളതൊക്കെ ആമിന കുഞ്ഞോന് നല്ലോണം അറിയാം. എന്ത് പോയിന്റും ആമിന കുഞ്ഞോനെ കഴിച്ചാൽ നീ എന്നോടാ രാവിലെ പരസ്പരമൊന്നും ഇല്ലാത്ത ഓരോ വർത്തമാനം പറഞ്ഞോണ്ടിരുന്നേ. ബാക്കിയായിരുന്നു. അപ്പുറത്ത് തൊപ്പിയും ടീമും ഇങ്ങോട്ട് വന്നാൽ കാലും മുറിക്കും. എന്താ സംഭവം? ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ആശിരും ജാശിരും അണ്ടി വലുതായിക്കണോ നോക്കിയിട്ട് നടക്കരുത്. അയ്യേ, 2 ഒന്നും പോരാ, ഒരു 10 എഴുതാം. എല്ലാം അമ്മാവന്റെ അനുഗ്രഹം. അപ്പൊ അത് കാരണം ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ജാസിക്ക് എങ്ങനെ അത് വന്ന്, ആശിക്ക് എങ്ങനെ ഇത് വന്ന് നോക്കിയിട്ട് നടക്കാം. അത് കാരണം ഞാൻ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല. ആലോചിച്ചിട്ട് തന്നെ ടെൻഷനാവുന്നു. ഇതിപ്പോ വലിയൊരു പ്രശ്നമാവും. സ്കൂളൊക്കെ പൂട്ടുവോ, അടച്ചു പൂട്ടുവോ? എല്ലാ സ്കൂളിനൊക്കെ അവധി കൊടുക്കുവോ? ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിക്കുന്ന പറയുന്നത് കേട്ടത്. ഓ, വലിയ ചൂടിലാണല്ലോ. ആഷി ജാസി 2 കുണ്ടന്മാര്, നാട്ടുകാർക്കും വീട്ടുകാരെയും പറയിപ്പിക്കാൻ വേണ്ടിയുള്ള 2 ജന്മങ്ങൾ. എന്തായാലും എന്റെ തലയ്ക്ക് ഭ്രാന്ത് കയറുക. എല്ലാത്തിനും വിഷം കൊടുത്ത് ഞാൻ ഈ പെരക്ക് തീ വെക്കും. അങ്ങനെ ഒരു സംസാരം ഈ മറ്റേ കൊണ്ടനളിയാങ്ക ഇല്ലാത്ത സമയത്ത് ഈ ആപ്പിളും മുന്തിരിയൊക്കെ മേടിച്ചിട്ട് അവിടെ പോയി. ജോക്കറെ, നീ കുറെ നേരമായി കിളച്ച് കയറിക്കൊണ്ടിരിക്കുക. ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല. ഓനെ തിരിച്ചും മറിച്ചും നല്ലോണം മൂലം മർദ്ദിച്ച് വേദനിപ്പിച്ചിട്ട് കടിച്ചിട്ടൊക്കെ വെച്ചിട്ട് ഇപ്പൊ ലാസ്റ്റ് ആശയും ജാസിയും കൊണ്ടാണ് ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. അങ്ങനെ ഒരു സംസാരം മോശമല്ലടാ. എന്ത് വർത്താനം? ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കാണ്. പ്രായത്തിന്റെ മോളെ പേടിക്കണ്ട, ഡോക്ടറെ കാണിച്ചു. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കാണ്. അല്ലത് പാരപ്പ ഈ വന്ന് പറയുന്നു വലിയൊരു ചിത്രകുണ്ടനായി. നീ വെറുതെ ആവേശം കാണിച്ച് വള്ളി പിടിക്കില്ലേട്ടാ. മരം കൊത്തി ഇജ്ജ് എന്തിനാടാ അവനെ ഇതാക്കണേ? എന്ത് വർത്താനടാ ഇജ്ജ് വലിയ കുണ്ടന, എന്നിട്ട് ഇജ്ജ് അവരെ കുണ്ടന്മാരെന്ന് വിളിച്ചാൽ വളരെ മോശമായി. വളരെ മോശമായിപ്പോയി. മോശം പറഞ്ഞാൽ വളരെ മോശമായി. എന്തപ്പോ ഇപ്പൊ നൈസായിട്ട് അവൻ മറ്റല്ലാത്തപ്പോ വന്ന് സൈക്കിൾ ഒട്ടിയാകും പോരാ. എന്നിട്ട് ഇപ്പൊ ഇത് വെറും വേസ്റ്റ്. വലിയ വർത്താനം പറഞ്ഞിട്ട് വന്നിട്ട് അവരെ കുണ്ടന്മാരെന്ന് പറഞ്ഞത് അത്ര അത് മോശമായിപ്പോയി. ചെയ്യാൻ പാടില്ലായിരുന്നു, വളരെ മോശമായി. നീ പറയുന്നതിനിടയ്ക്ക് പറയണ്ട, ആവശ്യമില്ലാതെ ഷൈൻ ചെയ്യരുത് കേട്ടോ. സാറിന്റെ ആത്മാർത്ഥ സംശയിച്ച സ്ഥിതിക്ക് ജാനിനെ കുടിക്കണതിൽ കാര്യമില്ലല്ലോ, ഞാൻ പോട്ടെ.